സംസ്ഥാനത്തെ +1 ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഏകജാലക സംവിധാനം വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി, അലോട്ട്മെന്റ് സമയക്രമം എന്നിവ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം 1,00,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടന്ന പശ്ചാത്തലത്തിൽ അലോട്ട്മെന്റ് നടപടികൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അധിക സീറ്റുകൾ അനുവദിക്കുക. അതേസമയം 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, എന്തായാലും നമുക്കറിയാം ഈ അധിക സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ, ഏകജാലക സംവിധാനം വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങുകയാണ്. നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ഈ തവണ 4,10,456 വിദ്യാർത്ഥികളാണ് SLC പരീക്ഷ എഴുതി യോഗ്യത നേടിയത്. ഇത്രയും കുട്ടികൾ ഇന്നു മുതൽ അപേക്ഷ ആരംഭിച്ച് തുടങ്ങും. എന്തായാലും പുതിയ സർക്കാരൊക്കെ വന്ന ഘട്ടത്തിലെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം കൂടിയാണ്. എന്തായാലും ഇതുവരെ ഏത് തീയതി വരെ അപേക്ഷിക്കാം എന്നാണ് അവസാന തീയതി. അതുപോലെ അലോട്ട്മെന്റ് എന്ന് ആരംഭിക്കും. ഈ സമയക്രമം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. നാളെയോ മറ്റന്നാളെയോ വിദ്യാഭ്യാസ മന്ത്രിയോടുകൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ഉണ്ടാവുക. ഈ സംസ്ഥാനത്ത് നിലവിൽ 3,60,844 +1 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ആവശ്യമെങ്കിൽ സീറ്റ് വർധന, താൽക്കാലിക സീറ്റ് വർധന, സ്ഥിരമായിട്ടുള്ള സീറ്റ് വർധന ഉൾപ്പെടെ നടപ്പിലാക്കാമെന്നാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. കാരണം ഈ സീറ്റുകൾ, ഈ അലോട്ട്മെന്റ് ഉൾപ്പെടെ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഈ അധിക സീറ്റുകൾ എവിടെ അനുവദിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. പൊതുവിൽ മലബാർ മേഖലയിലാണ് സീറ്റുകളുടെ വലിയ ക്ഷാമം ഉണ്ടാവുക. തെക്കൻ കേരളത്തിൽ സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അലോട്ട്മെന്റുകൾക്കനുസരിച്ചായിരിക്കും കൂടുതൽ സീറ്റ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് അനുവദിക്കുക. പ്രത്യേകിച്ച് മലബാറിലൊക്കെ തന്നെ ഈ സീറ്റ് ക്ഷാമത്തെക്കുറിച്ച് ഏറ്റവും വലിയ പ്രതിഷേധം നടത്തിയിരുന്ന മുസ്ലിം ലീഗാണ്. അതേ മുസ്ലിം ലീഗ് തന്നെയാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരും മറ്റും പറയുന്നത്. എന്തായാലും ഇന്ന് ഏകജാലക സംവിധാനം വഴിയുള്ള അപേക്ഷകൾ ആരംഭിക്കും. ഏകദേശം 10 മണിയോടെ തന്നെ ഈ വെബ്സൈറ്റുകളൊക്കെ തന്നെ അപേക്ഷിക്കുന്നതിന് തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നാളെ +2 ഫലം കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്തായാലും ഇത് സർക്കാരിനെ സംബന്ധിച്ച്, പുതിയ സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ളൊരു ദൗത്യം കൂടിയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഇല്ലാതിരിക്കാൻ കൃത്യമായൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട് ജില്ലകളിലൊക്കെയാണ് +1 സീറ്റ് കുറവുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.